വെൽക്കം ബാക്ക് ടു ക്രിസ് ചാനൽ. സോ ഇന്നൊരു മോസ്റ്റ് അവൈറ്റഡ് വീഡിയോ ആണ്. കാരണം കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഹെയർ കെയർ ടിപ്പിൽ എൻ്റെ കാച്ചി വെളിച്ചെണ്ണയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയുമോ എന്ന്. സോ ആ ഒരു സീക്രട്ട് റിവീലിംഗ് സെക്ഷനാണ് ഇന്ന്. അതിൻ്റെ മൊത്ത ക്രെഡിറ്റ്സും പോകുന്നത് എൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറ്റാവാഴ, ചെമ്പരത്തിപ്പൂ, ഭൃംഗരാജ്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാവാഴ നമ്മുടെ മുടി നല്ല നീളം വെക്കാനും ചാരണം കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിനും ഇതേ ഗുണങ്ങൾ തന്നെ. കയ്യൊന്നിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. പിന്നെ എൻ്റെ മുടി എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു മീഡിയം ലെവൽ ലെങ്തിലാണ് നിൽക്കുന്നത്. എൻ്റെ ചാലഞ്ച് വീഡിയോ കണ്ടവർക്കറിയായിരിക്കും അതിനെക്കുറിച്ച്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യും. സോ ഞാൻ ഇവിടെ 3-4 കറ്റാവാഴ പോളയാണ് എടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ജെല്ല് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ മുള്ളും തൊലിയും നമ്മളത് മാറ്റും. പിന്നെ ചെമ്പരത്തിപ്പൂ ഒരു 5-6 എണ്ണം, അതിൻ്റെ ഇതളുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്യും. ആ പോളൻ ഗ്രെയിനൊക്കെ നമ്മൾ മാറ്റും. പിന്നെ കയ്യോന്നി ഒരു പിടിയാണ് യൂസ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നീലാംബരിയും കരിവേപ്പിലയും ഉലുവയാണ്. ഈ നീലാംബരിയും കരിവേപ്പിലയും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് തരാൻ സഹായിക്കും. ഉലുവ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തരാനും നല്ല തണുപ്പ് തരാനും അതുപോലെ തന്നെ ഇതും നമ്മുടെ മുടിയുടെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യും, പുതിയ മുടി കഴിക്കാനും സഹായിക്കും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണയും കൊച്ചുള്ളിയും. വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പാരച്യൂട്ട് വെളിച്ചെണ്ണയാണ്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്യുന്ന അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. കൊച്ചുള്ളി നമ്മുടെ മുടിക്ക് നല്ല നീളം വെക്കാനും ഏറ്റവും ഫാസ്റ്റ് ഗ്രോത്ത് തരുന്ന ഒരു ഐറ്റമാണ് ഈ കൊച്ചുള്ളി. ആൾ ചെറുതാണെങ്കിലും ആളുടെ യൂസ് വലുതാണ്. സോ നമ്മളിവിടെ 3-4 കറ്റാവാഴ എടുത്തിട്ടുണ്ട്, 5-8 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്, ഒരു പിടി കയ്യോന്നി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യോന്നി സൈസ് നമുക്ക് അരയ്ക്കാം. നീലാംബരിയുടെ ഇല നമ്മൾ പൊഴിച്ചെടുക്കുക, നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും ചെമ്പരത്തിപ്പൂവും സെപ്പറേറ്റാണ് നമ്മൾ അരയ്ക്കുന്നത്. ഈ ഒരു മിക്സിലോട്ടാണ് നമ്മുടെ പാരച്യൂട്ട് 1 ലിറ്റർ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ ഉലുവ കുതിർത്തതും അതോടൊപ്പം നമ്മുടെ കരിവേപ്പിലയും അരച്ചെടുത്ത് അതും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു പച്ച കളറ് ഫുൾ ബ്ലാക്ക് ആകുമ്പോഴാണ് നമ്മുടെ ഒരു മൊത്തം പ്രോസസ്സും കഴിഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് നമ്മൾ നന്നായിട്ട് ഇളക്കുക. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളത്തിൻ്റെ ഒരു അംശം അയൽവക്കത്തൂടെ പോകാനേ പാടില്ല. കാരണം പൊട്ടിത്തെറിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഈവൻ അത് ഈ സെറ്റായതിനു ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു നൈറ്റ് ഫുൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ആ ഒരു ടൈമിലും വെള്ളത്തിൻ്റെ അംശം പോകാനേ പാടില്ല, കനയ്ക്കും. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ വെളിച്ചെണ്ണ വേറെ, കീടം വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയി കിട്ടും. ആ വെളിച്ചെണ്ണ നിങ്ങൾ ഒരു ഉണങ്ങിയ കണ്ടെയ്നറിലോട്ട് നിങ്ങൾക്ക് മാറ്റാം. പിന്നെ കീടം നിങ്ങൾക്ക് ഒരു ഉണങ്ങിയ തുണിയിൽ, ആ ഒരു കീടം എന്ന് പറയുന്നത് ആ ഒരു ഹെർബ്സ് എല്ലാം കൂടി ഉള്ള പാകമാണ് കീടം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അരിച്ചെടുക്കാം. മാക്സിമം വെളിച്ചെണ്ണ അതിൽ നിന്ന് കിട്ടും. ഒരു കിഴി കെട്ടി അരിച്ചെടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ കാച്ചിയ വെളിച്ചെണ്ണ. Thank you for all watching this.